രാജഭരണകാലവുമായിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണത്തിന് ശേഷം വിപ്ലവ ഭൂമിയായിട്ടുമൊക്കെ അങ്ങനെയുള്ള ചരിത്രം പിണഞ്ഞു കിടക്കുന്ന മണ്ണാണ് ആറ്റിങ്ങലിൻ്റെ. ആറ്റിങ്ങലിൽ നിന്ന് തന്നെയാണ് വക്കം പുരുഷോത്തമൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരാൾ, അഴിമതിരഹിതനുമായിരുന്നു എന്ന് പറയപ്പെടുന്ന ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അതുപോലെ ബി സത്യൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ OS അംബികയാണ് വനിതാ MLA ആയിട്ട് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ അവർ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ്, ഏതാണ്ട് രണ്ടാം സ്ഥാനത്ത് വന്ന പി സുധീറിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ നേടിയിട്ട് 38,000 പി സുധീറിന് കിട്ടിയതെങ്കിൽ ഏതാണ്ട് 69,890 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 70,000-ഓളം വോട്ടുകൾ ആണ് അവർ നേടിയിട്ടുള്ളത്. അപ്പോൾ വമ്പിച്ച ഒരു ഭൂരിപക്ഷവും ജനസ്വാധീനവും ആ വോട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് മാറ്റി മറിച്ചെടുക്കാൻ ഈ 5 വർഷത്തെ കാലയളവ് കൊണ്ട് NDA സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? തിരുവനന്തപുരം ജില്ലയിൽ ശ്രദ്ധേയമായി BJP മുന്നേറ്റം നടത്തിയൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ ആറ്റിങ്ങലിലെ നിയമസഭാ സെഗ്മെൻറ്റിലും. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരോ സർവേകളോ ഒന്നും തന്നെ BJPയുടെ മുന്നേറ്റം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലുണ്ടായത് ശ്രദ്ധിക്കപ്പെട്ടില്ല. മിക്കവാറും പരമ്പരാഗതമായ നമ്മുടെ സർവേകളിലെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലം പഴയ കാലത്തും പിന്നീട് ആറ്റിങ്ങലും ഇടതുപക്ഷത്തിന്, അതായത് കേരളത്തിൽ ചില സർവേയിൽ ഒരു സീറ്റ് മാത്രം ഇടതുപക്ഷത്തിന് ലോക്സഭയിൽ ലഭിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലം, അതിൽ പഴയ കാലത്ത് ചിറയൻകീഴുമായിരുന്നു. അങ്ങനെ CPM നറിഷ് ചെയ്ത ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, വിശേഷിച്ചും അതിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. അപ്പം അതിൽ നിന്ന് നമ്മൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു പ്രത്യേകത, കഴിഞ്ഞ 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലായിട്ട് BJP തിരുവനന്തപുരത്ത് മറ്റ് നഗരമണ്ഡലങ്ങളുള്ളതുപോലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയൊരു മണ്ഡലമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. ഇപ്പം നിയമസഭയിൽ വരുമ്പോഴും മറ്റ് പല മണ്ഡലങ്ങളിലും, ഉദാഹരണത്തിന് തിരുവനന്തപുരം റൂറലിലെ മണ്ഡലങ്ങളിൽ ഉണ്ടാകാത്ത തരത്തിൽ ഉള്ളൊരു പ്രത്യേകത, 2ാം സ്ഥാനത്തേക്ക് BJP 2021 വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ലോക്സഭയിൽ 24 1ാം സ്ഥാനത്തും വന്നു. അപ്പം നമ്മൾ ആ തരത്തിൽ നോക്കുമ്പോൾ BJPക്ക് ശ്രദ്ധേയമായ വളർച്ചയുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഒരു കാലഘട്ടത്തിൽ, വിശേഷിച്ച് ആറ്റിങ്ങലിലെ ജനസംഖ്യാപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പിന്നോക്ക വിഭാഗങ്ങൾ, ഈഴവ, അതുപോലെയുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല സ്ട്രെങ്തുള്ള മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് ആറ്റിങ്ങൽ നമുക്കൊരു സാമ്പിളായിട്ട് എടുക്കാം. അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങളിടയിലേക്ക് BJP നല്ല കടന്നുകയറ്റം നടത്തിയതിനൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. 2011 തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ BJPക്ക് ലഭിച്ചത് 4,844 വോട്ടാണ്. അതായത് വെറും 4.25%. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിൽ നമ്മൾ നോട്ടീസബിൾ അല്ലാത്തൊരു വോട്ടാണ് 2011 ലഭിക്കുന്നത്. അപ്പം 2016 ആകുമ്പോഴത്തേക്കും BJP അവിടെ 27,602 വോട്ടായിട്ട് മാറി. അതായത് 19.98, 20% അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കേണ്ടായി. അത് കഴിഞ്ഞ് 2021 പൊതുവെ BJPക്ക് തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളൊക്കെ അല്പം വോട്ട് കുറവുണ്ടായിരുന്നു, സബർബൻ മണ്ഡലങ്ങളിൽ. പക്ഷേ ആറ്റിങ്ങലിൽ വീണ്ടും വോട്ട് വർദ്ധിപ്പിച്ച് അവിടെ ഏതാണ്ട് 6% വോട്ട് വർദ്ധിപ്പിച്ച് 26%, 25.92% വോട്ട്, അതായത് 38,262 വോട്ട് BJP വർദ്ധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ തന്നെയാണ് ഇപ്പോഴും മത്സരം. അതെ, ഈ സുധീറിൻ്റെ 3ാമത്തെ മത്സരമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മറ്റ് 2 മുന്നണികളെയും കൂടെ നോക്കണം. ഇതിൽ ഒരു കാലഘട്ടത്തിൽ ആറ്റിങ്ങൽ വക്കം പുരുഷോത്തമനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളുടെ താവളമായിരുന്നെങ്കിൽ അത് അവർ ശക്തി കേന്ദ്രമായിരുന്നു. പിന്നീട് അത് ഇടതുപക്ഷത്തിൻ്റെയും ശക്തി കേന്ദ്രമായിട്ട് മാറി. ഏറ്റവും ഹയസ്റ്റ് പോളിംഗ് നടക്കുന്ന ഒരു പ്രദേശം കൂടെയായിരുന്നു ആ കാലഘട്ടത്തിലേക്ക്. അവിടെ കോൺഗ്രസ്സിന് 2011 തന്നെ കോൺഗ്രസ് അവിടെ വളരെ ദുർബലമായി. 29% വോട്ടാണ് കോൺഗ്രസ്സിന് 2011 കിട്ടിയത്. അപ്പോൾ 2016 ആകുമ്പോഴത്തേക്ക് കോൺഗ്രസ് കുറച്ചുകൂടി ദുർബലമായി 23%. അത് 2021 അത് 25%. അതായത് കോൺഗ്രസിൽ നിന്ന് അടിസ്ഥാന ജനവിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് നിയമസഭയിൽ കിട്ടുന്ന അത്രയും വോട്ട് ലോകസഭയിൽ കിട്ടുന്നില്ല. അതിന് പ്രധാന കാരണം BJPക്ക് വിരുദ്ധമായിട്ടുള്ള വോട്ടുകൾ, കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളും കൂടെ
LDFന് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നതിനൊരു ഉദാഹരണമാണ് ഈ തരത്തിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 29% വോട്ടേ ലഭിച്ചുള്ളൂ. അപ്പോൾ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലം, നമ്മുടെ മാധ്യമങ്ങളിലും സർവേകളും ഒക്കെ ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും മേൽക്കോയ്മ ഉണ്ടായിരുന്ന മണ്ഡലം, അവിടെ പോലും ഇടതുപക്ഷത്തിന് അവിടെ ലഭിച്ചത് 29%. അതായത് വോട്ട് മറിക്കാത്തൊരു മണ്ഡലമായപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷം പരമ്പരാഗതമായി BJP തോൽപ്പിക്കാനായിട്ട് ലോക്സഭയിൽ വോട്ട് മറിക്കും. പക്ഷേ ആറ്റിങ്ങൽ അങ്ങനെ വോട്ട് മറിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശരിയായ ശക്തി അളക്കേണ്ടത് ലോക്സഭയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇടതുപക്ഷത്തെ നമുക്ക് വോട്ട് പരസ്പരം മറിയാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള നിലയാണ്. അപ്പോൾ അതിൽ 29.8%, കോൺഗ്രസ് അവിടെ 32.8%, BJP 37.29%. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ജയിച്ചിട്ടും ആറ്റിങ്ങൽ അസംബ്ലി സെഗ്മെന്റിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തും BJP 1ാം സ്ഥാനത്തുമാണ്. അപ്പോൾ അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ BJPയുടെ കരുത്ത് കാണുന്നത്. അതായത് പരമ്പരാഗതമായി ഒരു കാലഘട്ടത്തിൽ BJPയുടെ ശക്തി കേന്ദ്രമല്ല ആറ്റിങ്ങൽ ഉൾക്കൊള്ളുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയും ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് വന്ന CPM തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. 10-14,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. അതായത് 1% വ്യത്യാസമാണ്. ഏതാണ്ട് 32% വോട്ട് BJPക്ക് ലഭിക്കുകയുണ്ടായി. കോൺഗ്രസിനും CPM-നും 33%. വെറും 850 വോട്ടുകൾക്കാണ് അവിടെ അടൂർ പ്രകാശ് ജയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ. പക്ഷേ ആ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചപ്പോഴും ആറ്റിങ്ങൽ നിയമസഭാ സെഗ്മെന്റിൽ കോൺഗ്രസിന് മുന്നേറാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. അവിടെ BJPയുടെ വോട്ട് നമ്മളിവിടെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, BJPക്ക് 37.29%, കോൺഗ്രസിന് 32%. അതായത് 5% വോട്ടിൻ്റെ ഡിഫറൻസ് കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിലെ ഈ അസംബ്ലി സെഗ്മെന്റിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അത് A ക്ലാസ് മണ്ഡലമായിട്ട് കരുതപ്പെടേണ്ട ഒരു മണ്ഡലം. അതെ, അത് A ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ പറയുന്നത്, അത് സ്ഥിരം ഒരു നിയമം 2-3 മണ്ഡലങ്ങളാണ് പറയുന്നത്. നമ്മൾ സാധാരണ BJPക്ക് വേണ്ടി കാസർഗോഡ് അല്ലെങ്കിൽ മഞ്ചേശ്വരം, നേമം, ഇങ്ങനെ 3-4 മണ്ഡലങ്ങൾ പറയും. യഥാർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകർ പഠിക്കേണ്ടത്, നമ്മൾ സർവേ നടത്തുന്നവർ പഠിക്കേണ്ടത് കേരളത്തിലുണ്ടാകുന്ന ഈ രാഷ്ട്രീയ മാറ്റമാണ്. അതായത് ഗ്രാമീണ മേഖല ഒരു മുനിസിപ്പാലിറ്റിയാണ്, പക്ഷേ ഗ്രാമീണ കേരളമാണ്. തൊഴിലാളി അടിസ്ഥാന പിന്നോക്കക്കാരൊക്കെയുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ P. സുധീർ അദ്ദേഹം പിന്നാക്ക മോർച്ചയുടെ, അതെ, അദ്ദേഹം അത് സംവരണ മണ്ഡലവും കൂടെ ആണല്ലോ. അപ്പം സുധീർ അവിടെ ആദ്യം മത്സരിക്കുമ്പോൾ 19.98% വോട്ടാണ് ലഭിച്ചത്. അദ്ദേഹത്തെ 2ാമത് മത്സരിച്ചപ്പോൾ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് വന്നു. കോൺഗ്രസിനെ പിന്നിലാക്കി സുധീർ 2ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ഇനി മൂന്നാം തവണയാകുമ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്താം. 3ാം സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ലോകസഭയിലെ അന്തരീക്ഷം അതിൻ്റെ ഒരു പ്രതിഫലനം BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം, നമ്മൾ കേരളത്തിലെ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായ ശക്തമായ ഒരു വികാരമുണ്ട്. പക്ഷേ ആ വികാരത്തെ വോട്ടിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ വിജയ സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ UDFന് കഴിയാത്തൊരു മണ്ഡലമാണ്. തീർച്ചയായും. അപ്പോൾ ഒന്നുകിൽ ആറ്റിങ്ങൽ ഇടതുപക്ഷം നിലനിർത്തണം, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഗവൺമെന്റിനെതിരായ വോട്ടുകളെല്ലാം കൂടെ അത് BJPയിലേക്ക് പോകാനാണ് സാധ്യത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പശ്ചാത്തലത്തിൽ ഞാൻ ലോക്സഭയിൽ ആ തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അവിടെ തന്നെ ചെറിയ വോട്ടിൽ നമ്മൾ ഇവിടെ കാണിച്ചല്ലോ, 2024 37-ഉം 29-ഉം 32-ഉമാണ്. ഇടതുപക്ഷത്തിന് 32-ഉം 29 കോൺഗ്രസിനും 37 BJPയുമാണ്. ഒരുപക്ഷെ BJP അവിടെ 33-34% വോട്ട് നേടിയാലും വിജയിക്കാൻ കഴിയും. ഇവിടെ ഇപ്പം കോൺഗ്രസിനെ പ്രതിദാനം ചെയ്തല്ലല്ലോ ഇപ്പൊ വരുന്നത് സന്തോഷ് ഭദ്രൻ എന്ന് പറയുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒന്ന്, അവിടെ സിറ്റിംഗ് MLAക്ക് അത്ര വലിയ ജനകീയത ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല, സിറ്റിംഗ് MLA, നിലവിലുള്ള MLAക്ക്. രണ്ടാമത്, ആ MLAക്ക് പിണറായി വിജയന്റെ എല്ലാ പാപഭാരവും ചുമക്കേണ്ടതുണ്ട്, ശബരിമല കൂട്ടിനുണ്ട്. ആ തരത്തിലെല്ലാം കൂടി ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ 10 വർഷത്തെ ഗവൺമെന്റിനെതിരായ വികാരവുമൊക്കെ ചുമന്നുകൊണ്ടാണ് നിലവിലുള്ള MLA അവിടെ നിൽക്കുന്നത്. RSPയുടെ സീറ്റ്, RSP ആണ് കഴിഞ്ഞ തവണ മത്സരിച്ച കഴിഞ്ഞ തവണ അവിടെ RSPയിൽ നിന്ന് മത്സരിച്ചത് ശ്രീധരനായിരുന്നു, ശ്രീധരൻ, അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന് ലഭിച്ചത് 25% ലഭിച്ചത്. അപ്പം ഇവിടെ ഈ സമയത്ത് സന്തോഷ് ഭദ്രൻ എന്ന് പറയുന്ന RSP സ്ഥാനാർത്ഥിയാണ്.
പക്ഷെ RSPയുടെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. നമ്മളെ കേരളത്തിലെ RSPയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു MP സ്ഥാനത്തിനപ്പുറം മാത്രം നിൽക്കുന്ന അത് പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കൊല്ലത്ത് അതില് പിണറായി വിജയൻ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ പരനാറി പ്രയോഗം കൊണ്ടാണ് ജയിച്ചു പോയത്. ആ പരനാറി വളരെയധികം വോട്ടുണ്ടാക്കിയ ഒരു മണ്ഡലമാണ്. ജയിപ്പിക്കുകയായിരുന്നു വാസ്തവത്തിൽ പിണറായി, അനുഗ്രഹിച്ച് വിജയിപ്പിച്ചു തന്റെ പഴയ സഹയാത്രികനെ. അതുകൊണ്ട് RSP എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ പൊളിറ്റിക്കൽ ഫോഴ്സ് അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ RSPക്ക് പകരം അവിടെ കോൺഗ്രസിനെ പറഞ്ഞത്. കാരണം അവിടുത്തെ അടിസ്ഥാനപരമായ UDFന്റെ ശക്തി എന്നുള്ള കോൺഗ്രസ് ആണ്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം മണ്ഡലം പോലെ ഇവിടെ CMP നിൽക്കുന്നു. CMPക്ക് എത്ര അണികളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാകുക? അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ആണ് ശക്തി കേന്ദ്രമാണ്. അപ്പം കോൺഗ്രസിന് ഇതിനെല്ലാം അതിജീവിക്കാനും അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനവികാരത്തെ ഏകീകരിച്ച് കൂടെ നിർത്താനും ഒന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ആ തരത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ അവിടെ കോൺഗ്രസിന് ലഭിക്കുകയുമില്ല. അത് ലഭിക്കുന്നത് ഇടതുപക്ഷത്തായിരിക്കും. ഇടതുപക്ഷത്തേക്ക് സ്വാഭാവികമായും BJP മറുപക്ഷത്തായത് പറഞ്ഞാൽ നമുക്ക് കോൺഗ്രസിന് ആ സീറ്റ്, കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ RSPക്കോ അവരുടെ കൂടെ അവിടെ മത്സരം നടക്കുന്നത് BJPയും CPM-ഉം തമ്മിലാണ്. ഓക്കെ, കടുത്ത പോരാട്ടം. അപ്പൊ കേരളത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ എല്ലാ നെഗറ്റീവ്സുമായിട്ടാണ് നിലവിലുള്ള MLA നിൽക്കുന്നത്. BJP കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ് അവിടെ നിൽക്കുന്നത്. ലോകസഭയിലെ BJPയുടെ മേൽക്കോയ്മയും അല്ല ആ BJPയുടെ തനതായ വളർച്ചയും പരമ്പരാഗതമായി കഴിഞ്ഞ 10 വർഷമായി BJPയുടെ വളർച്ചയും ആ വളർച്ച ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുകയാണെങ്കിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ആണ് ഞാനിതിനെ വേറൊരിടത്തും നമ്മൾ നോക്കി കാണുമ്പോൾ BJPക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് കാണാൻ പറ്റും. അതിനെ ഇടതുപക്ഷം അതിജീവിക്കുമോ എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി വരികയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ്. അപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ വരവ് തിരുവനന്തപുരത്താണ് വരുന്നതെങ്കിലും ആറ്റിങ്ങൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ എല്ലാ പ്രതിനിധികളും ആളുകളും അവിടെ ഉണ്ടാവും. വളരെ അടുത്താണല്ലോ തിരുവനന്തപുരത്തിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു വരവും അദ്ദേഹത്തിൻ്റെ ഒരു കരിഷ്മയും അതുപോലെ ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവും എല്ലാം കൂടെ ചേർന്ന് അതിനൊരു ബൂസ്റ്റ് ആവും. അല്ല, അത് നമ്മൾ BJP കേരളത്തിലുണ്ടായ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ രണ്ട് മുന്നണികൾ, ശക്തമായ മുന്നണിയുടെ ഇടയിൽ BJP മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ BJPക്ക് വിജയസാധ്യത കുറവായിരുന്നു. അതായിരുന്നു BJPയുടെ പരമ്പരാഗതമായ പ്രശ്നം. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്ന അതിനു മുമ്പ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചെറിയ മാറ്റങ്ങളുണ്ടായി. അപ്പം BJPയുടെ വോട്ട് ഷെയർ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല, അതായത് ഈഴവ പിന്നോക്ക വിഭാഗങ്ങളിൽ കൂടുതലുള്ള മണ്ഡലങ്ങളിലൊക്കെ BJP, വാമനപുരം, നെടുമങ്ങാട് ഈ മണ്ഡലങ്ങളിലൊക്കെ അത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ കാട്ടാക്കട ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ആ തരത്തിൽ മുന്നേറി. BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി വളരെ മുന്നിലേക്ക് വന്നു. കാട്ടാക്കടയിലും ആറ്റിങ്ങലും 1ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ആറ്റിങ്ങൽ BJP ആ തരത്തിൽ 1ാം സ്ഥാനത്തേക്ക് വന്നൊരു മണ്ഡലമാണ്. പ്രധാനമന്ത്രി വരുന്നത് BJP സ്ഥാനാർത്ഥികൾ വോട്ടർമാരുടെ ഇടയിൽ വളരെ സീരിയസ് ആണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ആ തരത്തിലുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ കൂടെ ഒരു ഇതാണ്. അല്ലാതെ നമ്മളിതിന് വെറുതെ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളതല്ലല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. BJPയുടെ വിജയം അത് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായി BJP മുന്നേറി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ BJP തരംഗം ഒരു പരിധിവരെ പല മണ്ഡലങ്ങളിലും BJPക്ക് അനുകൂലമായ തരംഗമുണ്ട്. അത് നമുക്ക് അളക്കാൻ കഴിയണമെങ്കിൽ റിസൾട്ട് വരണം. തീർച്ചയായിട്ടും മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.